ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റിൽ അടുത്ത രണ്ട് പാർട്ടായിട്ട് പഠിക്കുന്നതാണ്. പാർട്ട് 2 സോളിഡ് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ക്യാൻ ബി ക്രിസ്റ്റലൈൻ സോളിഡ് ഓർ അമോർഫസ് സോളിഡ്. സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡും ഉണ്ട്, അമോർഫസ് സോളിഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയണം എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ് എന്ന്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് എ റെഗുലർ arrangement of the consistent particles in the space. അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കോൺസിസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ദേ ഹാവ് എ ഡെഫിനിറ്റിക്കൽ ആൻഡ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കോൺസിസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ സ്പേസ്. ദീസ് ഡസൻറ്റ് ഹാവ് എനി റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കോൺസിസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ സ്പേസ്. ഇതിനെന്താണ് ഡസ് നോട്ട് ഹാവ് എനി, ഇതിന് റെഗുലറായിട്ടോ അല്ലെങ്കിൽ റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസിസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇല്ല. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂ സോളിഡാണ്. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓർ സ്യൂഡോ സോളിഡ്സ് എന്നാണ് പറയുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ ലിക്വിഡ്സ് ആണ്. അത് ശരിക്കും സ്യൂഡോ സോളിഡ്സസ് ആണ്. അതേപോലെ ദേ ഹാവ് എ ലോങ് ഓർഡർ ഇൻ ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ദേ ഹാവ് എ ഷോർട്ട് ഓർഡർ ഇൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇവിടെ ലോങ് ആണെങ്കിൽ അവിടെ ഷോർട്ട്. ദേ ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ. ദെൻ അടുത്ത പോയിന്റ്, ദേ ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ദേ മെൽറ്റ് ഓവർ എ സർട്ടൻ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലും അത് മെൽറ്റ് ചെയ്യുന്നു. ദേ അണ്ടർഗോ എ clean cleavage when cut. They undergo irregular cleavage when it is cut. They have a definite and characteristic heat of fusion. They do not have any definite heat of fusion. അങ്ങനെ 7 പോയിൻറ്റ്സസ് ഉണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സിനെയും പറ്റിയിട്ട്. ഇനി എന്താ പറയുക, നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റും അതേപോലെ റെഗുലർ ആയിട്ടുള്ള കോൺസിസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ അമോർഫസ് സോളിഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതില്ല. ഇത് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂ സോളിഡ് ആണെങ്കിൽ മറ്റേത് സൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് സോളിഡ്സസ് ആണ്. ഇതിന് ലോങ് ഓർഡർ ആണെങ്കിൽ മറ്റേതിന് ഷോർട്ട് ഓർഡർ ആണ്. പിന്നെ അതേപോലെ അനൈസോട്രോപ്പിക് ആണെങ്കിൽ ഇത് ഐസോട്രോപ്പിക് ആണ്. പിന്നെ അതേപോലെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആണ് മറ്റേതിന്. ദേ ക്യാൻ മെൽറ്റ് അറ്റ് എനി സർട്ടൻ ടെമ്പറേച്ചർ. ഒരു ക്ലീൻ ക്ലീവേജ് ആണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ക്ലീവേജ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ ദേ ഹാവ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള കാരക്ടറിസ്റ്റിക്കൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അതില്ല. പിന്നെ എന്താണ് ഐസോട്രോപ്പി, എന്താണ് അനൈസോട്രോപ്പി പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ നടത്താം. ഐസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി എക്സെട്ര ഓഫ് ദ സബ്സ്റ്റൻസസ് ഈസ് സെയിം. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പുറത്ത് കാണുന്ന പ്രോപ്പർട്ടീസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ എന്താണ് സെയിം ആണെങ്കിൽ അതിനെ ഐസോട്രോപ്പി എന്ന് പറയുന്നു. ക്യൂബിക് ക്രിസ്റ്റൽസ് ഓഫ് ആൻഡ് അമോർഫസ് സോളിഡ്സ്, ക്യൂബിക് ക്രിസ്റ്റൽസും അമോർഫസ് സോളിഡ്സും ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ എക്സാമ്പിൾ. പിന്നെ അതേപോലെ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ദ സബ്സ്റ്റൻസ് ഈസ് സെയ്ഡ് ടു ബി അനൈസോട്രോപ്പിക്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് തമ്മിൽ ഡിഫറെൻ്റ് ആണ് എങ്കിൽ അതിനെ അനൈസോട്രോപ്പിക് എന്ന് പറയുന്നു. അത്രയുള്ളൂ അനൈസോട്രോപ്പിക്. ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സ് അതർ ദാൻ ക്യൂബിക്. In a crystal of AgAgL, the coefficient of the thermal extension is positive one direction and negative in another direction. ഒരു ഡയറക്ഷനിൽ പോസിറ്റീവ്, ഒരു ഡയറക്ഷനിൽ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ അനൈസോട്രോപ്പി എന്ന് പറയുന്നു. ദ പാർട്ടിക്കിൾ ഓഫ് ദ ക്രിസ്റ്റൽസ് ആർ അറേഞ്ച് ഇൻ ഓർഡർ മാനർ ബട്ട് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് മേ ബി ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. സോ ദ പ്രോപ്പർട്ടീസ് ഈസ് മെഷേർഡ് ദ വാല്യൂ മെനി ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫർ ആവുന്നതിനെ പറയുന്നതാണ് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ ഐസോട്രോപ്പി എന്താ പഠിച്ചു, അനൈസോട്രോപ്പി അത് ചിലപ്പോൾ 2 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് അമോർഫസ് സോളിഡ്സിനെ പറ്റിയിട്ട് എഴുതാനായിരിക്കും. അത്രയേ ഉള്ളൂ ഈ സോളിഡ് സ്റ്റേറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. Then thank you for watching and have a nice day.